ചോക്ലേറ്റ് ഓട്ട് മീൽ വിത്ത് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ഓട്സ് കഴിക്കാൻ മടിയുള്ളവർക്ക് പോലും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. സോ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോവാം. ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓട്ട് മീൽ വേണം, ഷുഗർ ഫ്രീ കൊക്കോ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡർ വേണം, അതേപോലെ ബെറീസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഡേറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ സ്വീറ്റ്നറായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നട്ട്സാണ്. ഞാൻ ബദാം ആൻഡ് പിസ്തയാണ് എടുത്തിരിക്കുന്നത്. കാഷ്യൂസ് എടുക്കേണ്ട, അതിന് കാലറി കുറച്ചധികം കൂടുതലാണ്. ഇനി സീഡ്സ് എടുത്തിട്ടുണ്ട്, അത് പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സുമാണ്. സൂപ്പർബാണ്, ഒരു രക്ഷയില്ലാത്ത ഭക്ഷണമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ കൊക്കോ പൗഡറും ഓട്ട് മീലും ഓൾ ദ നട്ട്സ് ആൻഡ് സീഡ്സും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അഥവാ നമ്മൾ 2 ദിവസം പുറത്ത് വെച്ചാലും അത് പൂത്തു പോവാതിരിക്കാനും അതിനൊരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് അത് ചെയ്യുന്നത്. ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട ഓട്ട് മീൽ ആൻഡ് നട്ട്സ് ആൻഡ് സീഡ്സിലോട്ട് കുരു കളഞ്ഞ ഡേറ്റ്സ് കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നു. ഒത്തിരി നല്ല ഫൈൻ പേസ്റ്റ് അല്ലെങ്കിൽ പൗഡർ ആവണം എന്നൊരു നിർബന്ധമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും ധാരാളം മതി. ഇടയ്ക്ക് നട്ട്സ് കടിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ബെറീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെറീസൊക്കെ ആഡ് ചെയ്യാം. അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ലിമിറ്റ് ചെയ്യേണ്ടത്. ഒരുപാട് ബെറീസ് ഇട്ടിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തേക്കരുത്, കാരണം ഇതൊരു ഡയറ്റ് ഫുഡാണ്. അതുപോലെ ഒരുപാട് ഡേറ്റ്സ് ഉപയോഗിച്ചേക്കരുത്. ജസ്റ്റ് മധുരത്തിനുള്ളത് മാത്രമേ ഉപയോഗിക്കാവൂ. ഒരു ദിവസം 2 ഡേറ്റ്സ് കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി. ഇനി പാലെടുപ്പത്ത് വയ്ക്കുന്നു. ഹാഫ് കപ്പ് മിൽക്കിലോട്ട് ഹാഫ് കപ്പ് വാട്ടർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ന്യൂട്രി മിക്സ് എന്നാണ് അതിനെ പറയുന്നത്, അത് ആഡ് ചെയ്യുന്നു. നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി ബെറീസ് ആഡ് ചെയ്യുന്നു. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭക്ഷണം നിങ്ങൾ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇനഫ് ഷുഗർ, നാച്ചുറൽ ഷുഗർ, ഹെൽത്തി ഷുഗർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഭക്ഷണം ക്വിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു, ലവ് യു.